ഗുഡ് മോർണിംഗ്. ക്രേസി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ എന്താണ് എന്ന് ഇനിയും മനസ്സിലായിട്ടില്ലാത്തവർക്ക് അല്ലെങ്കിൽ അറിഞ്ഞിട്ടില്ലാത്തവർക്ക്, അറിയാൻ ആഗ്രഹമുള്ളവർക്ക് അതിന്റെ പ്രാക്ടീസുകളൊക്കെ ചെയ്ത് നോക്കാൻ വേണ്ടിയും അവരുടെ ആഗ്രഹങ്ങൾ എല്ലാവരുടെയും ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടും എന്താണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ. അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് ഓരോ ആഗ്രഹത്തിനും ഒരു വൈബ്രേഷൻ ഉണ്ട്, ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഊർജത്തിന്റെ തലമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ചിന്തകൾ എന്ന് പറയുന്നതിന് വളരെ ശക്തിയുണ്ട് എന്നും ആ ചിന്തകൾ കൊണ്ട് നമ്മുടെ പ്രവൃത്തികളായി മാറുകയും അതുവഴി നമ്മുടെ ആഗ്രഹങ്ങളെ നമുക്ക് ആകർഷിച്ചെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറയുകയും ചെയ്തു, ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ അത് ചിലർക്ക് വർക്ക് ആകുന്നില്ല എന്നുള്ളവർക്ക് അത് നേടിയെടുക്കാൻ സഹായിക്കുന്ന മറ്റൊരു ടെക്നിക്കിനെ കുറിച്ച്, മറ്റൊരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷന്റെ തന്നെ ഒരു ഘടകമായിട്ട് നിലകൊള്ളുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോ പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ചിന്തിച്ചാൽ മാത്രം എല്ലാം നടക്കുമോ? ലോ ഓഫ് അട്രാക്ഷനിൽ ചിന്ത എന്ന് പറയുന്നതിന് അത്രയും പവർഫുൾ ആണെന്ന് പറഞ്ഞു. അപ്പൊ ചിന്തിച്ചാൽ മാത്രം മതിയോ ആഗ്രഹം നടക്കാനായിട്ട്? ഉദാഹരണത്തിന് ഒരു എക്സാം എഴുതുന്നതിന് അല്ലെങ്കിൽ ഒരു എക്സാം പാസ്സാകണമെന്ന് ആഗ്രഹിക്കുന്നു. ഇത് ആഗ്രഹിച്ചിട്ട് അല്ലെങ്കിൽ അതേക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നു, നിരന്തരം ചിന്തിക്കുന്നു, അഫർമേഷൻ പറയുന്നു, വിഷ്വലൈസ് ചെയ്യുന്നു, ആ എക്സാം റിസൾട്ട് വന്ന് പാസ്സാവുന്നതിന്റെ ആ ഒരു ഫീലിങ്സ്, സന്തോഷം എല്ലാം മുമ്പിൽ കാണുന്നു. പക്ഷേ അങ്ങനെ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള സബ്ജക്റ്റ് എന്താണോ അത് മാത്രം തുറക്കുന്നില്ല. ആ ഒരു ടെക്സ്റ്റ് നമ്മൾ തുറന്നു നോക്കുന്നതേ ഇല്ല, അതിനകത്തുള്ള ഒരു കാര്യം പോലും നമുക്ക് അറിയില്ല. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നു, ഒരു ചോദ്യത്തിന് പോലും ഉത്തരം അറിയില്ല. എന്ത് സംഭവിക്കും? ഫെയിൽ ആകും അല്ലെ? അപ്പൊ ചിന്തിച്ചാൽ മാത്രം എല്ലാം നടക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഒരിക്കലും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഉത്തരം. ചിന്തിക്കുന്നത് കൊണ്ട് മാത്രം ഒന്നും നേടിയെടുക്കാൻ സാധിക്കില്ല. അപ്പൊ ചിന്തകളുടെ ഒപ്പം വേണ്ട ഒരു കാര്യമാണ് പ്രവൃത്തി, ആക്ഷൻ എന്ന് പറയുന്നത്. ലോട്ടറി അടിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, വിഷ്വലൈസ് ചെയ്യുന്നു, അഫർമേഷൻ എഴുതുന്നു, ഒരുപാട് ടെക്നിക്കുകൾ ചെയ്യുന്നു, പക്ഷേ ലോട്ടറി എടുക്കുന്നു മാത്രമില്ല എന്ന് പറയുന്നത് പോലെയാണ് ഇതും. വീട് വെക്കണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്, വീടിനെ കുറിച്ച് സ്വപ്നം കാണുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ കയ്യിലുള്ള ഫണ്ടിന്റെ അളവിനെ നമുക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിലെങ്കിലും നമുക്ക് എത്രത്തോളം, നമുക്കൊരു വീട് നേടിയെടുക്കാൻ ഏറ്റവും കുറഞ്ഞത് എത്രയാകും? അതിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ നമ്മൾ പ്രവൃത്തിയിലൂടെ കൊണ്ടുവരിക. എന്തെങ്കിലും തരത്തിൽ ഇപ്പൊ ഒരു ചിട്ടി കൂടിക്കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനനുസരിച്ചിട്ട് നമുക്ക് അത് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അത്രയും ഒരു എമൗണ്ട് ഈ പറയുന്ന ചുരുങ്ങിയ വർഷത്തിനുള്ളിൽ നമുക്കത് കിട്ടാൻ പാകത്തിന് സഹായിക്കുന്ന എന്തെങ്കിലും കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നിരന്തരം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ചിന്തിച്ചാൽ മാത്രം ഒന്നും നടക്കില്ല എന്നും ചിന്തകളുടെ കൂടെ ഈ പ്രവൃത്തിയും കൂടെ നമ്മൾ, അതായത് ചിന്തകൾ പ്രവൃത്തികളായി മാറുമ്പോഴാണ് നമുക്കതിന്റെ റിസൾട്ട് കിട്ടുന്നത് എന്ന് മനസ്സിലായി അല്ലെ? ഇനി ലോ ഓഫ് അട്രാക്ഷനില് അപ്പൊ ചിലര് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ല മാം, പക്ഷെ ചിന്തിക്കാത്ത പലതും, എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും മനസ്സിൽ ചിന്തിക്കാത്ത കാര്യങ്ങൾ എനിക്ക് നടക്കുകയും ചെയ്യുന്നു. ഈ ചിന്തിക്കാത്ത കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരിക്കലും പോസിറ്റീവ് അല്ല, നെഗറ്റീവ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലെ? അതിനും എനിക്ക് വ്യക്തമായിട്ടൊരു കാര്യം പറയാൻ ഇതേ ഉള്ളൂ. ഇപ്പോ ഞാനൊരു ബസ്സിൽ യാത്ര ചെയ്യാണെന്ന് വിചാരിച്ചോളൂ. എന്റെ അടുത്തിരിക്കുന്ന ഒരു വ്യക്തി, എന്റെ അടുത്തിരിക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പകർച്ചവ്യാധിയോ, അതായത് ഇപ്പൊ ഒരു വൈറൽ ഫീവർ ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോകുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇപ്പൊ ചിക്കൻ ബോക്സ് ഒക്കെ അത് കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വൈറസ് അങ്ങനെ ഉണ്ട് എങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് എന്നിലേക്ക് പാസ് ചെയ്യും. ഞാൻ ആ സമയത്തിനെ കുറിച്ച് ഒന്നും ചിന്തിച്ചിട്ടായിരിക്കില്ല ആളുടെ അടുത്തിരിക്കുന്നത് അല്ലെ? ബസ്സിൽ യാത്ര ചെയ്ത് പോകുമ്പോൾ ഇപ്പൊ എന്റെ അടുത്തിരിക്കുന്ന ഒരു ചേച്ചിക്ക് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ഒരു വൈറൽ ഫീവർ ഉണ്ട് എങ്കിൽ ഞാനിത് അറിയുന്നൊന്നുമില്ല, യാത്ര ചെയ്ത് പോകുന്നു. അപ്പൊ എന്താ സംഭവിക്കുക? ഈ ഒരു വൈറസ് എന്നിലേക്ക് കടക്കും. ഞാൻ അന്നേരം വേറെ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത് പോലും.
അപ്പൊ ഒരിക്കലും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ പെർമിഷൻ, അതായത് ഒരു അസുഖത്തിനോ ഒരു വൈറസിനോ നമ്മളോട് പെർമിഷൻ ചോദിച്ചിട്ടാണോ വരിക, ഞാൻ കുറച്ച് ദിവസം നിങ്ങളുടെ ശരീരത്തിൽ കൂടിക്കോട്ടെ, ഒരു 4-5 ദിവസം കഴിയുമ്പോൾ ഞാൻ പൊക്കോളാം എന്നുള്ള പെർമിഷൻ വാങ്ങിച്ചിട്ടൊന്നും അല്ലല്ലോ. അപ്പൊ രോഗം എന്ന് പറയുന്നത് നമ്മുടെ പെർമിഷൻ ആവശ്യമില്ല. രോഗം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എനർജികൾക്ക് നമ്മുടെ പെർമിഷൻ ആവശ്യമില്ല നമ്മളിലേക്ക് കടന്നു വരാൻ. പക്ഷെ പോസിറ്റീവ് ആയിട്ടൊരു കാര്യത്തിന്, ഇതുപോലെ തന്നെ ഞാനിപ്പോ ബസ്സിൽ യാത്ര ചെയ്യാം, ഓക്കെ, എന്റെ അടുത്തിരിക്കുന്ന ഒരാൾക്ക് നല്ല ആരോഗ്യവതിയാണെന്ന് വിചാരിച്ചോളൂ, മെന്റലി ആൻഡ് ഫിസിക്കലി നല്ല ആരോഗ്യവതിയാണ്. അതെനിക്ക് കിട്ടുമോ? ഇല്ല, അത് എന്നിലേക്ക് ഒരിക്കലും സ്പ്രെഡ് ആവില്ല, അല്ലെ? അപ്പൊ ഇതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ആരോഗ്യം അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും സ്പ്രെഡ് ആകുന്നില്ല എന്ന് വെച്ചാൽ അത് നമ്മളിലേക്ക് അനുവാദം ചോദിക്കാതെ വെറുതെ കയറി വരുന്നില്ല. പക്ഷെ നെഗറ്റീവ് ആയിട്ടുള്ളതിന് ആരുടെയും പെർമിഷൻ വേണ്ട, അത് എവിടെയും എപ്പോഴും ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടേ? പോസിറ്റിവിറ്റിയെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്, ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് എന്ന് മനസ്സിലായി, അല്ലെ? നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തില്ലെങ്കിലും വരികയും ചെയ്യും. ഇതുകൊണ്ടാണ് ചിന്തിക്കുന്ന പലതും നടക്കുന്നില്ല എന്ന് പറയുന്നതും, സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിന്റെയും കാരണം. അപ്പൊ ഇതിന് എന്താ ചെയ്യണ്ടേന്ന് ചോദിച്ചാൽ, ഈ നെഗറ്റീവ് ആയിട്ടുള്ളതിനെ നമ്മൾ റിമൂവ് ചെയ്ത് പോസിറ്റിവിറ്റി നിറയ്ക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് ലോ ഓഫ് അട്രാക്ഷനിലൂടെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രാക്ടീസും. രാവിലെ എഴുന്നേൽക്കുമ്പോ തുടങ്ങി നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട്, അതായത് നന്ദി പറയുക എന്ന് പറയുമ്പോൾ ഉള്ളതിന് നമ്മൾ നന്ദി പറയുമ്പോൾ പോസിറ്റീവാണ്, സ്നേഹം പോസിറ്റീവാണ്, സന്തോഷം പോസിറ്റീവാണ്, ഓക്കെ, അംഗീകാരം പ്രശസ്തി പോസിറ്റീവാണ്. നമ്മൾ നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെച്ച് നമ്മളെ സന്തോഷിപ്പിക്കാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പോസിറ്റീവാണ്. പണം പോസിറ്റീവാണ്, ഓക്കെ, നല്ലൊരു വാക്ക്, ഒരു പുഞ്ചിരി പോസിറ്റീവാണ്. നമ്മൾ മുഖം കറുപ്പിച്ചിരിക്കുന്നതും ഒരാളെ നോക്കി നമ്മൾ ജസ്റ്റ് ഒന്ന് പുഞ്ചിരിക്കുന്നതും ഒരുപാട് വ്യത്യാസമില്ലേ? ചിരിക്കുന്ന ഒരാളുടെ മുഖം കണ്ടാൽ കാണുന്നവർക്കും കൂടെ ഒരു റിലാക്സേഷൻ വരും, അല്ലെ? അതുപോലെയാണ്. അപ്പൊ ആ പോസിറ്റീവ് നെഗറ്റീവ് തമ്മിലുള്ള ഒരു കാര്യത്തിൽ പോസിറ്റീവ് എന്ന് പറയുന്നത് കൂടിയും നെഗറ്റീവ് എന്ന് പറയുന്നത് ഏറ്റവും താഴെ നിന്നാൽ മാത്രം മതി. എല്ലാ വ്യക്തികളിലുള്ള കാര്യമാണ് ഈ രണ്ട് എനർജിയും. ഒരാളും 100% പോസിറ്റീവും അല്ല, ഒരാളും 100% നെഗറ്റീവും അല്ല. എത്ര 100% പോസിറ്റീവാന്ന് പറയുന്ന ഒരാളിലും ഒരംശമൊക്കെ നെഗറ്റിവിറ്റി എവിടെയെങ്കിലും ഉണ്ടാവും. അതിന് ഞാൻ ആദ്യം പറഞ്ഞതാണ് ഉത്തരം. നെഗറ്റിവിറ്റിക്ക് ആരുടെയും പെർമിഷൻ വേണ്ട അതിന് കയറി കൂടാനായിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ആ ഒരു ലോ ഓഫ് അട്രാക്ഷന്റെ കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ. ഇനി ഈ ലോ ഓഫ് അട്രാക്ഷനിലെ പ്രാക്ടീസുകളൊക്കെ ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ളൊരു മാത്രം ഇനി അങ്ങോട്ട് കണ്ടാൽ മതിയാകും കേട്ടോ ഈ വീഡിയോ, മറ്റൊന്നുമല്ല. അതില് ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ, ലോ ഓഫ് അസംഷൻ എന്ന ഒരു കാര്യം. അതായത് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ലോ ഓഫ് അസംഷനും രണ്ടും രണ്ടാണോ എന്ന് ചോദിച്ചാൽ രണ്ടും രണ്ടായിട്ട് തന്നെയാണ് പറയപ്പെടുന്നത്. കാരണം ഒന്ന് ചിന്തകൾ കൊണ്ട് പ്രവർത്തിക്കുന്നതും മറ്റൊന്ന് സാങ്കല്പിക ശക്തിയിലൂടെ നടപ്പിലാകുന്നതുമാണ്. ഒന്ന് ചിന്തകളുടെ തരംഗങ്ങളാണെങ്കിൽ മറ്റൊന്ന് സാങ്കല്പിക ശക്തി എന്ന് പറയും. പക്ഷേ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നതിന്റെ റിസൾട്ട് കിട്ടണമെന്നുണ്ട് എങ്കിൽ ഈ ലോ ഓഫ് അസംഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളിൽ വേണം. അപ്പൊ രണ്ടും ഇന്റർഡിപെൻഡന്റ് ആണെന്ന് പറയാം. ഒന്ന് നടക്കണമെങ്കിൽ മറ്റൊന്നിന്റെ സപ്പോർട്ടും കൂടെ വേണം. ആ രീതിയിലാണ് ലോ ഓഫ് അട്രാക്ഷനും ലോ ഓഫ് അസംഷനും പോകുന്നത്. അപ്പൊ എന്താ ലോ ഓഫ് അസംഷൻ എന്ന് പറയാവേ? അസംഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അസ്യൂം ചെയ്യുക, നമ്മൾ അങ്ങനെ ആയി തീരുന്നതായിട്ട് സങ്കല്പിക്കുക, അനുമാനിക്കുക. അതാണ് ലോ ഓഫ് അസംഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ എന്താണോ, എന്താഗ്രഹമാണോ നിങ്ങൾക്ക് നേടേണ്ടത് അത് ഓൾറെഡി നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. അങ്ങനെ തന്നെ വിശ്വസിച്ചിട്ട് നിങ്ങൾ പെരുമാറുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ജീവിക്കുക, അങ്ങനെ ആക്ട് ചെയ്യുക നിങ്ങൾ. അപ്പോ ഇപ്പൊ ഞാനൊരു എക്സാം എഴുതി പാസ്സാവണം, ഒരു ഗവൺമെന്റ് ജോലി എന്നുള്ളത് ഉണ്ട് എങ്കിൽ ആ ഒരു ഗവൺമെന്റ് ജോലി കിട്ടി കഴിഞ്ഞിട്ടുള്ള ഞാൻ എന്താണോ അതേപോലെ ഞാൻ ബിഹേവ് ചെയ്യുക, അതേപോലെ ഞാൻ സങ്കല്പിക്കുക. എനിക്കത് കിട്ടിക്കഴിഞ്ഞു, ഇനി എന്തിനാണ്, അത് കിട്ടി, അത് ലഭിച്ചു, അത് കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യും, നിങ്ങൾ ഏത് രീതിയിൽ ജീവിക്കും, അത് നിങ്ങൾ സങ്കല്പിക്കൂ. ആ ലെവലിലേക്ക് നിങ്ങൾ ഉയരും. ഓട്ടോമാറ്റിക്കലി ഈ സങ്കല്പിക്കുമ്പോൾ എന്താ സംഭവം എന്നറിയോ? ഉടനെ തന്നെ നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ എന്താണ് ചിന്തിക്കുന്നത്, ഇത് റിയാലിറ്റി ആണോ എന്ന് തോന്നിപ്പിക്കുകയാണ്.
അപ്പൊ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ അത് എന്താണ് ഈ പറയുന്നത്, ഇത് റിയാലിറ്റി ആണ് റിയാലിറ്റി ആണ് റിയാലിറ്റി ആണ് എന്ന് നമ്മളിങ്ങനെ പറഞ്ഞല്ല, അതിലൂടെ തന്നെ ജീവിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഇത് റിയാലിറ്റി ആണ് എന്ന് മനസ്സിലാക്കി അതിനുള്ള കാര്യങ്ങളാണ് കൊണ്ടുപോയി തരുന്നത്. അങ്ങനെയാണ് പെട്ടെന്ന് അത് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഓരോ കാര്യങ്ങളും അങ്ങനെ ചെയ്യാം. ഇതൊക്കെ പറയുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ, ഇതിനെക്കുറിച്ചൊന്നും ABCD പോലും അറിയില്ലാത്ത, കണ്ടിട്ടില്ലാത്ത ഒരു കാലഘട്ടം, എന്റെ സ്കൂൾ കാലഘട്ടത്തില് എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള നടിയാണ് മഞ്ജു വാര്യർ. മഞ്ജു വാര്യർ എന്ന് പറഞ്ഞാൽ ചാവും അന്നൊക്കെ ഞാൻ, അന്നല്ല ഇപ്പൊ ഇഷ്ടമാണ്, അത്ര ഇതല്ല എന്ന് മാത്രം, അത്രയ്ക്കൊക്കെ ചാവഭാഗത്തിനുള്ള ആരാധന എന്നുള്ളതല്ല, പക്ഷെ ഒരുപാട് ഇഷ്ടമാണ് അവരെ. അപ്പോ അന്ന് ഭ്രാന്ത് പിടിച്ച ഒരു സ്നേഹമായിരുന്നു മഞ്ജു വാര്യരോടൊക്കെ. എല്ലാ സിനിമകളും കാണും. അപ്പൊ ആറാം തമ്പുരാൻ ഒക്കെ കണ്ട സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തെ ഉണ്ണിമായ ഞാനാണ് എന്നുള്ള രീതിയിലായിരുന്നു പിന്നെ എന്റെ പെരുമാറ്റമൊക്കെ. മുടിയൊക്കെ രണ്ടായിട്ട് പിന്നിയിട്ട് അതിനകത്തുള്ള ഒരു ഹാഫ് സാരി ഉണ്ടല്ലോ, ഒരു ചെക്കിന്റെ ബ്ലൗസ് ഒക്കെ ഉള്ളതും ഒരു ബ്ലാക്ക് ഷോൾ ഇങ്ങനെ ഇട്ടിട്ട് നമ്മുടെ എന്താ പറയണേ പാവാട, അതായത് പട്ടുപാവാട സ്കേർട്ടായിട്ടൊക്കെ വെച്ചിട്ട് അങ്ങനെ നടക്കുക. മഞ്ജുവാര്യർ പെരുമാറണ പോലെ പെരുമാറുക. ആ സിനിമയിൽ ഉണ്ണിമായ എന്താണോ അതുപോലെ കുറച്ചൊക്കെ തർക്കുത്തരങ്ങളും അങ്ങനെയൊക്കെ പറയാം. അമ്മയുടെ കയ്യിൽ നിന്ന് 2 ചീത്ത കിട്ടുമ്പോൾ സമാധാനമാവും. അതേപോലെ അങ്ങനെ കയറിക്കൂടി ഒരു ആഗ്രഹമായിരുന്നു. സമ്മർ ഇൻ ബത്ലഹേം കണ്ടിട്ട് ജീൻസ് ഷർട്ട് ഇടണം എന്നുള്ള ആഗ്രഹം. വീട്ടിൽ ലേശം സമ്മതിക്കില്ല. അച്ഛൻ ആ വേഷം ഇട്ടാ നീ വീട്ടിൽ കയറണ്ട, അങ്ങനെ ഒരു കാര്യേ വാങ്ങിച്ചു തരില്ല എന്നുള്ള പട്ടില്. ലാസ്റ്റ് ആ കാര്യമൊക്കെ വിട്ടു. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ടൂറ് പോവാനായിട്ട് ഈ പറയുന്ന പോലെ എന്താണ് അച്ഛൻ തന്നെ ഇങ്ങോട്ട് ചോദിച്ചു ലാസ്റ്റ്, കേരളത്തിന് പുറത്താണ് എങ്കിൽ നീ പണ്ട് പറഞ്ഞ കാര്യമില്ലേ, അതങ്ങനെയാണെങ്കിൽ വാങ്ങിച്ചു തരാം, എന്തേലും കാണിക്കുക. പക്ഷെ ഇവിടെ കേരളത്തിൽ കാല് കുത്തിയാ ഈ വേഷം ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കരുത്, നമ്മൾ ഓരോന്നും സങ്കല്പിച്ച് അങ്ങനെയാണ് ആ ലെവലിലങ്ങ് ജീവിച്ച് മനസ്സിലങ്ങ് കണ്ടു കഴിയുമ്പോഴത്തേക്ക് എല്ലാം ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് അച്ചീവ് ചെയ്ത് വരണുണ്ട്. ഒരിക്കൽ പോലും ജീവിതത്തിൽ ജീൻസ് ഷർട്ടും ഇടുന്ന് വിചാരിക്കാത്ത ഒരു ഞാൻ, അതും ഒരു ഡേ ഫുള്ള്, 1 ഡേ ആൻഡ് 1 നൈറ്റ് ഫുള്ള് എനിക്ക് അങ്ങനെ ഒരു വേഷം അന്ന് കേട്ടോ, നമ്മൾ ആഗ്രഹിച്ച സമയത്ത് ആലോചിക്കണം. ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഇടാൻ പറ്റുന്നുണ്ട് എങ്കിൽ ഇതൊക്കെ ഇതിന്റെ ഫലമായിരിക്കാം. നമ്മളിങ്ങനെ ചിന്തിച്ച് ഇപ്പോഴാണ് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഓരോന്നും ആലോചിക്കുന്നത്. അപ്പൊ ടോപ്പിക്കിൽ നിന്ന് ഇങ്ങനെ മാറി മാറി പോകുന്നില്ല. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. എന്താണോ നമ്മുടെ ആഗ്രഹം നടക്കണമെങ്കിൽ നമ്മളത് നടന്നു കഴിഞ്ഞതായി സങ്കല്പിച്ച്, അങ്ങനെ ആവുമ്പോൾ നമ്മുടെ ആ ഒരു ഫീലിങ്സിന് കുറച്ച് പ്രത്യേകത ഉണ്ടാവും. നമ്മുടെ വൈബ്രേഷൻ ഹൈ ആവും. അതാണ് ലോ ഓഫ് അട്രാക്ഷനെ സഹായിക്കുന്ന കാര്യം. മറ്റേ എന്താന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഈ പറയുന്ന ലോ ഓഫ് അട്രാക്ഷനിൽ നമ്മൾ അതൊക്കെ ചിന്തിച്ചു, വിഷ്വലൈസ് ചെയ്തു, നമ്മൾ ആ ഫീലിങ്സ് കൊടുക്കണം. ഓക്കെ, ഫീലിങ്സ് കൊടുത്തു. പക്ഷെ എപ്പോഴോ പിന്നെ നമുക്കറിയാം, വീണ്ടും നമ്മളത് പറയുമ്പോഴും ചിന്തിക്കുമ്പോഴും എനിക്കിത് വന്നിട്ടില്ല, ഞാനിപ്പോ അങ്ങനെ അല്ല എന്നുള്ളത് അറിയാം. അത് എവിടെയെങ്കിലും മനസ്സിന്റെ ഒരു കോണിലുണ്ടെങ്കിൽ ഒരു ചെറിയൊരു സംശയം നമ്മുടെ മനസ്സിൽ മുട്ടിടാൻ തുടങ്ങും. എന്താ, എനിക്ക് ഇത്രയും ദിവസമായല്ലോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നു, 21 ദിവസവും ഞാൻ ഇത് തന്നെ ചെയ്തു, ഇപ്പൊ 2 മാസമായി അല്ലെങ്കിൽ 3 മാസമായി, എനിക്കത് നടന്നിട്ടില്ല എന്നുള്ള ഒരു കാര്യം അതിനകത്ത് വരും. ആ സംശയം വരുന്തോറും വീണ്ടും ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഡിലേ ആയിക്കൊണ്ടിരിക്കും. അതിനൊറ്റ കാര്യമുള്ളൂ, നമ്മൾ അത് പറയുമ്പോഴാണ് ഈ ലെറ്റ് ഗോയുടെ പ്രാധാന്യം കൂടി ഞാൻ പറയട്ടെ. പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ലെറ്റ് ഗോ ചെയ്താൽ വീണ്ടും അത് വായിക്കേണ്ടതുണ്ടോ എന്നുള്ളത്. എന്താണ് ലെറ്റ് ഗോ ചെയ്യാന്ന് പറഞ്ഞാൽ? ലെറ്റ് ഗോ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ വിട്ടുകളയുക. ആ ഒരു കാര്യത്തെ പിന്നെ നമ്മുടെ മനസ്സിലേക്ക് എടുക്കേണ്ടതില്ല. നമ്മളൊരു കാര്യം സമർപ്പിച്ചു കഴിഞ്ഞു, പിന്നെ നമ്മൾ അതേക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. അതായത് നമ്മൾ 100% പ്രപഞ്ച ശക്തിയെ വിശ്വസിക്കുന്നു. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാ, ഇപ്പൊ നമ്മൾക്ക് കയ്യിൽ പണമൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ രക്ഷാധികാരി എന്ന് പറയുന്നത് ഒന്നുകിൽ നമ്മുടെ അച്ഛൻ, അല്ലെങ്കിൽ അമ്മ, അല്ലെങ്കിൽ സഹോദരങ്ങൾ, അല്ലെങ്കിൽ ഭർത്താവ് ഒക്കെയാണ് നമ്മളെ നോക്കുന്നത് എന്നിരിക്കട്ടെ. അപ്പൊ അവരുടെ അടുത്ത് നമ്മൾ ഒരു കാര്യം, ഇപ്പൊ ഒരു സ്ഥലത്ത് പോകണം, അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞപ്പോ അവര് നോക്കാം എന്ന് മാത്രം പറഞ്ഞു. ഇത് 1 മാസമായി, 2 മാസമായി, 3 മാസമായി, അവരതേക്കുറിച്ച് യാതൊന്നും പിന്നെ പറയുന്നില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേലാണ്, ഞാൻ ഇത്രയും നാള് മുമ്പ് ഒരു കാര്യം പറഞ്ഞാൽ അത് സാധിച്ചു തന്നില്ലല്ലോ ഇങ്ങനെ പറയും തോറും അവർക്ക് ചിലപ്പോ അവരെ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്നതായിട്ട്, അല്ലെങ്കിൽ നീ ഒന്ന് പറഞ്ഞല്ലേ, അത് വരട്ടെ, അറിയാം, നീ അത് പറഞ്ഞു, അത് കൊണ്ടുപോകാം, ആ സ്ഥലത്ത് നമുക്ക് പോകാം എന്നൊരു കാര്യം അവരുടെ മനസ്സിലുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമ്മൾ ചോദിച്ചു ചെല്ലുമ്പോ അവര് വേണമെങ്കിൽ അത്രയ്ക്ക് ഇതാണോ, എന്നാ കുറച്ചുകൂടെ ഡിലേ ആക്കാം എന്ന് വിചാരിക്കും.
ഇത് നമ്മൾ പിന്നെ അവരെ 100% വിശ്വസിക്കുക. ഓക്കെ, നമ്മളൊരു കാര്യം അവരോട് ചോദിച്ചാൽ അവർ നടത്തി തന്നിരിക്കുന്ന 100% ബോധ്യം ഉണ്ടെങ്കിൽ നമുക്കത് അതുപോലെ തന്നെ ലഭിച്ചിരിക്കും എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ്. അതാണ് നമ്മൾ ലെറ്റ് ഗോ ചെയ്യാൻ പറയുന്നതിന്റെ കാരണം. അപ്പൊ ലെറ്റ് ഗോ ചെയ്ത് കഴിയുമ്പോൾ, ശരിക്കും പറഞ്ഞാൽ ലെറ്റ് ഗോ ചെയ്തത് വീണ്ടും വായിച്ചു, വീണ്ടും വിഷ്വലൈസ് ചെയ്തു എന്ന് വെച്ച് യഥാർത്ഥത്തിൽ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ടൊരു ദോഷമൊന്നും നമുക്ക് വരാനില്ല. പക്ഷെ ചിലർക്കെങ്കിലും അത് വീണ്ടും വായിക്കുകയോ വിഷ്വലൈസ് ചെയ്യുകയോ ചെയ്യുമ്പോൾ എനിക്ക് ഇനിയും ഇത് നടന്നിട്ടില്ലല്ലോ എന്നൊരു ചിന്ത, ഒരു സംശയം, ഒരു ഭയം, ഒരു ആകുലത, ഇതൊക്കെ നമ്മളുടെ മനസ്സിൽ ഉടലെടുത്താൽ അത് ഡിലേ ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ലെറ്റ് ഗോ ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പിന്നീട് ചിന്തിക്കേണ്ട. കാരണം അത്രയും ഞാൻ വിശ്വസിക്കുന്നു, എനിക്കറിയാം ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത്, ഞാൻ ആരെയാണോ പറഞ്ഞിരിക്കുന്നത് അവര് ഭംഗിയായിട്ട് അത് ആപ്റ്റായിട്ടുള്ള ടൈമിൽ അത് എനിക്ക് കൊണ്ടുവന്ന് തരും എന്ന് തന്നെ വിശ്വസിച്ച് റിസീവിങ് മോഡിലാണ് പിന്നെ ഇരിക്കേണ്ടത്. അത് എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള ടൈമിൽ അവരത് കൊണ്ടുവന്ന് തന്നിരിക്കും, അത് എനിക്ക് കിട്ടി, അത് ലഭിച്ചു, അതെനിക്ക് തരുന്നു എന്നുള്ള ഒരു ലെവലിലായിരിക്കണം നമ്മൾ പിന്നീട് അങ്ങോട്ടേക്ക് പോവേണ്ടത്. ഇതൊക്കെ എനിക്കറിയാം. പറയുമ്പോഴും പറയുന്ന പോലെ എളുപ്പമൊന്നും അല്ല ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം. ഓക്കെ, എത്രയോ ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ വീഡിയോ ലെങ്തി ആയി പോവും. എങ്കിലും എന്റെ ഗുരുക്കന്മാര് തന്നെ, അരവിന്ദ് സാർ, അതുപോലെ തന്നെ ആശാമ, പിന്നെ ഈ പറയുന്ന സുജ ടീച്ചറിന്റെ ഒക്കെ കഥകൾ നിങ്ങൾക്ക് അല്ലെ, സുജ ടീച്ചറിനെ കുറിച്ച് അറിയാത്തവരായിട്ട്, ഇന്ന് കേരളത്തിലെ നമ്പർ 1 ലോ ഓഫ് അട്രാക്ഷൻ ട്രെയിനറാണ് അദ്ദേഹം. അവര് പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ പറയുന്ന, ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ എന്ന് പറയും. അത്രയും, ഇനി സാധാരണ ഒരു സ്കൂളിലെ ടീച്ചറായി സാധാരണ ഒരു ശമ്പളത്തിൽ മാത്രം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അവര് ലക്ഷങ്ങൾ ഇപ്പോൾ ഒരു മാസം സമ്പാദിക്കുന്ന ലെവലിലേക്ക് അവരുടെ മൈൻഡ് സെറ്റ് ഉയർന്നു എങ്കിൽ ഇത് ആർക്കും സാധിക്കുന്ന കാര്യമുള്ളൂ എന്ന് കരുതി അവരുടെ ഒരു ശിഷ്യയായ ഞാൻ ഇപ്പോ അതേ ലെവലിലേക്ക് വന്നു എന്നല്ല പറയുന്നത്. പക്ഷേ അത് ഒരാൾക്ക് സാധിച്ചു, ഒന്നിലധികം ആളുകൾക്ക്, എത്ര ആളുകളുടെ അനുഭവ കഥകൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ വരുന്നുണ്ടെന്നറിയോ? അപ്പൊ ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര പോസിറ്റിവിറ്റിയാണ്. പക്ഷെ പഴയ ഞാനല്ല ഇപ്പോഴത്തെ ഞാൻ എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നിലുണ്ടായിട്ടുള്ള മാനസികപരമായിട്ടുള്ള വളർച്ച, ഗ്രോത്ത്, മെച്യൂരിറ്റി അത് എത്രമാത്രം വന്നു എന്ന് എനിക്കറിയാം. സാമ്പത്തികമായിട്ടാണെങ്കിലും അതിൽ മെച്ചപ്പെട്ടു എന്ന് തന്നെ എനിക്ക് പറയേണ്ടതായിട്ട് വരും. കരിയർ ഗ്രോത്ത് ആണെങ്കിലും എനിക്ക് അതിനകത്ത് മെച്ചപ്പെട്ടു എന്ന് പറയേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോ എന്താ പറയാന്ന് ചോദിച്ചാൽ ഇപ്പൊ എന്താ നിലവിൽ അറ്റ് പ്രസന്റ് അഞ്ജലി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഫീലിങ്സ് എന്ന് ചോദിച്ചാൽ സന്തോഷം, സമാധാനം എന്നുള്ളത് എനിക്ക് പറയേണ്ടി വരും. ഈ സന്തോഷം, സമാധാനം എന്ന് പറയുന്നതിനാണ് ആളുകളെ ലക്ഷങ്ങൾ കൊടുത്താലും കിട്ടാതെ നടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതൊക്കെ എനിക്ക് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസുകൾ കൊണ്ട് ഞാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ നെഗറ്റിവിറ്റി കളഞ്ഞ്, നിങ്ങൾക്കറിയോ ഒരു കാലത്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കരച്ചിലും ദേഷ്യവും മാത്രം കൈമുതലായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഞാനെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഈ 2 വികാരങ്ങളെ എനിക്കുള്ളൂ, ദേഷ്യപ്പെടുക, കരയുക, തീർന്നു. എന്റെ ലൈഫ് എന്ന് പറയുന്നത് ഇതാണ്. അങ്ങനെ ഉണ്ടായിരുന്ന ഞാൻ ഇതുപോലെ പുഞ്ചിരിക്കാനും ഇത്രയും എന്താ പറയണേ, അല്ലെങ്കിൽ എനിക്കൊരു പോസിറ്റിവിറ്റി ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്യാനോ ഹാപ്പി ആയിട്ടിരിക്കാനും ചുറ്റുമുള്ളവരെ ഹാപ്പി ആക്കാനും സാധിക്കുന്നുണ്ട് എങ്കിൽ അതാണ് ഏറ്റവും വലിയ ധനം എന്ന് ഇപ്പൊ വിശ്വസിക്കുന്നു. എന്ന് കരുതി ഒരുപാട് ആഗ്രഹങ്ങൾ എനിക്ക് നേടാനുണ്ട്, ഒന്നും എത്തിയിട്ടില്ല. പക്ഷെ ഞാൻ അതെല്ലാം 1 by 1 ആയിട്ട് അച്ചീവ് ചെയ്തിരിക്കുമെന്നുള്ള ഒരു ഉത്തമ വിശ്വാസവും എനിക്കുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ അറിവുകൾ എന്ന് പറയുന്നത് എനിക്ക് കിട്ടുമ്പോൾ എനിക്കെന്നല്ല, ലോ ഓഫ് അട്രാക്ഷന്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും കിട്ടുന്ന അറിവുകൾ മറ്റുള്ളവർക്ക് കൊടുക്കുക. ആർക്കെങ്കിലും ഒക്കെ അത് ബെനിഫിറ്റ് ആയാലോ എന്ന് കരുതിക്കൊണ്ട. എനിക്ക് പറയുമ്പോൾ എന്താ മുടക്ക്, ശരിയല്ലേ? ഇതുപോലൊരു ഫോൺ ഇവിടെ വെച്ചു, സാധാരണ ഒരു മൊബൈൽ ഫോൺ, അതിന്റെ ക്യാമറയിൽ നോക്കി ഞാനൊരു കാര്യം പറയുന്നു. ഇത് ചിലപ്പോൾ 100 പേരായിരിക്കാം, ചിലപ്പോൾ 200 പേരായിരിക്കാം, ചിലപ്പോൾ 1000 പേരായിരിക്കാം, ചിലപ്പോ ഒരു 3000 പേരോ 4000 പേരോ അത് കൂടുതലോ ഇത് കണ്ടു എന്ന് വരാം. ഇത് കാണുന്ന എല്ലാവരിലും എന്നല്ല ഞാൻ പറയണേ, ഇത് കാണുന്ന ഒരു 10 പേരെങ്കിൽ 10 പേര്, അല്ലെങ്കിൽ അതിൽ കുറവ്. ഓക്കെ, അതിലെങ്കിലും കുറച്ചു പേർക്ക് ഒന്ന് മാറി ചിന്തിക്കണം. അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയല്ലേ? അങ്ങനെ വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ലോ ഓഫ് അട്രാക്ഷന്റെ വീഡിയോസ് എല്ലാം ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ലോ ഓഫ് അസംഷൻ എന്ന് പറഞ്ഞാൽ സങ്കല്പിക്കുക. സങ്കല്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ആഗ്രഹം, അത് നിങ്ങൾക്ക് ലഭിച്ചു, ആ ലഭിച്ചതായി സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുക. അതേ രീതിയിൽ നിങ്ങൾ ആക്ട് ചെയ്യുക.
അപ്പോൾ സ്വാഭാവികമായിട്ടും ഉടനെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് അവിടെ വർക്ക് ചെയ്യും, മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഫാസ്റ്റ് ആകും. ഓക്കെ, അപ്പൊ അതാണ് ലോ ഓഫ് അട്രാക്ഷന്റെ പല ടെക്നിക്കുകളും ഫോളോ ചെയ്തിട്ടും റിസൾട്ട് കിട്ടാത്തവർക്ക് ലോ ഓഫ് അസംഷൻ എന്ന് പറയുന്ന അതിന്റെ അനുബന്ധമായിട്ട് നിൽക്കുന്ന ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യണം. വെറുതെ ചിന്തിച്ചത് കൊണ്ട് മാത്രം ഒന്നും നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. ചിന്തകളുടെ ഒപ്പം ചിന്തകൾ എന്തായി മാറണം? പ്രവൃത്തികളായി മാറണം. ആ പ്രവൃത്തികളോടൊപ്പം നമ്മൾക്കത് ലഭിച്ചു എന്ന രീതിയിലുള്ള സന്തോഷം ഫീൽ ചെയ്ത് റിസീവിംഗ് മോഡിൽ നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ യഥാർത്ഥ സമയത്ത് നമ്മൾ അർഹിക്കുന്ന കാര്യം, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം അത് നമ്മളിലേക്ക് എത്തിച്ചേർന്നിരിക്കും. 100% ഷുവർ ആയിട്ടുള്ള ഒരു കാര്യമാണത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം കേട്ടോ. താങ്ക് യു.